ഹലോ. അപ്പോൾ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുവാണ് കേട്ടോ. അപ്പോൾക്ക് മോശം പോകുന്നിടത്ത് ഭയങ്കര കുറച്ച് ചൊറിച്ചിലൊക്കെ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് കാണിച്ചിട്ട് വരാം. ഞങ്ങൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടെ ചേട്ടനും കൂടെ ഉണ്ട്. ചേട്ടൻ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഗുളിക്കട നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആശുപത്രി കൊണ്ടാക്കിയിട്ട് നേരെ ഗുളിക്കടയ്ക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് കാണിച്ചു. അപ്പോൾ ഓൾറെഡി പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ വരാറുള്ളത്. നമുക്കിവിടെ എന്ത് വേണമെങ്കിലും കിട്ടും കേട്ടോ. നമുക്ക് ഡ്രസ്സായാലും പച്ചക്കറി അതുപോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നായിരിക്കും കേട്ടോ ഞങ്ങൾ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളിത് ചേട്ടൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് അപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ സുഖമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇത് അടുത്തുള്ള കടയിലൊക്കെ പോയി ചേച്ചിയുടെ അടുത്തൊക്കെ ഭയങ്കര കൂട്ടായി സംസാരമൊക്കെ ഭയങ്കര കളിയിലൊക്കെ ആയിരുന്നു കേട്ടോ. ഒടുവിലിതേ ചേട്ടൻ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാസം കൊച്ചിൻ്റെ പിറന്നാളാണ്, 1ാം പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഫുൾ വ്ളോഗായിട്ട് ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടതൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് വയ്ക്കാൻ തീരുമാനിച്ച് ഞങ്ങളിത് അടുത്തുള്ള വൃന്ദാവൻ കടയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾക്ക് എല്ലാ ഡ്രസ്സൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. അതെന്തായാലും കാണിക്കുന്നില്ല. അപ്പോൾ അടുത്ത മാസം ഞങ്ങൾ എന്തായാലും ഫുൾ വ്ളോഗ് അതിൻ്റെ വ്ളോഗ് എന്തായാലും ഇടുന്നതായിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. അപ്പോൾ ചേട്ടന് ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പെയറായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും എടുത്തു. അപ്പോൾ ഇത് അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് അവർ അവിടെ കളിക്കാനൊക്കെ ആയിട്ട് ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് രണ്ടുപേരും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര കുറുമ്പിയായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ പോയത് കോയമ്പത്തൂരിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ചേട്ടന് കഴിക്കാനായിട്ട് ഫുഡ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തമിഴ്നാട്ടിലേക്ക് പോകണം, ആനവീട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ നൈറ്റൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ കയറി കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ മിക്കവാറും ഇവിടെ നിന്നൊക്കെ കഴിക്കാറുണ്ട്, വാങ്ങിച്ചിട്ട് വീട്ടിലും കൊണ്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാം വാങ്ങിച്ചിട്ട് പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.